അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഒരു യാത്ര പോയതിൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നോമ്പിൻ്റെയൊക്കെ മുമ്പ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഡെയിലി ലൈഫിൽ നിന്ന് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് വയനാട്ടിലേക്ക്. ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. റൊമാൻറ്റിക് ട്രിപ്പ് എന്ന് പറയാം. അതായത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10-16 വർഷത്തിനിടക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനൊരു കപ്പിൾ ട്രിപ്പ് പോണത്. സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മളെ കൂടെ ഫാമിലിയോ ഫ്രണ്ട്സോ കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ ആകെ മൊത്തം ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കുമല്ലോ. എന്നാൽ ഈ ഒരു ട്രിപ്പിൽ ഫോണൊക്കെ മാറ്റി വെച്ച് ചെറിയ ചെറിയ സംസാരങ്ങൾ, ലൈറ്റ് മ്യൂസിക്, അങ്ങനെ നമ്മൾ 2 പേര് മാത്രം. അപ്പോൾ അതിൻ്റേതായ ഒരു ത്രില്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ. പ്രൈവറ്റ് സ്റ്റേ, പീസ്ഫുൾ ആംബിയൻസ്, ബേഡ്സിൻ്റെ സൗണ്ട്, ഫ്രഷ് എയർ, ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് തന്നെ നമ്മുടെ ലൈഫ് ഒരു സ്ലോ ആയി പോകുന്ന പോലെ തോന്നിയിട്ടാ. റിസോർട്ടിന് ചുറ്റുള്ള പ്രകൃതി, വ്യൂ പോയിൻറ്റ്സ്, പൂൾ ടൈം, ഓരോ സീനും ഓരോ മെമ്മറി ആയിരുന്നു. സംടൈം നമ്മൾ ഇതുപോലുള്ള ഓരോ യാത്ര പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ തന്നെ മറന്നു പോകും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു ട്രിപ്പിലൂടെ കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരൻസായിട്ട് ജീവിച്ച് നമ്മൾ ആ കപ്പിളായിരുന്നിരുന്ന ആ കാലത്തിൻ്റെ ഓർമ്മകളുണ്ടല്ലോ, അതൊക്കെ തിരിച്ച് കിട്ടിയ പോലെ തോന്നി. ശരിക്കും അതുപോലെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടാ. നമ്മുടെ ലൈഫിൽ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പാരൻസായിട്ട് മാത്രം ജീവിക്കരുത് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ പാർട്ട്നേഴ്സായിട്ട് ഇരിക്കുന്നതിനും ഈക്വൽ ഇമ്പോർട്ടൻ്റ് തന്നെയുണ്ട്. വിവാഹത്തിന് ശേഷം ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ അധികം ആളുകളും പാരൻസിന് മക്കളൊക്കെ കൂട്ടിയിട്ടാവും ഇതുപോലെ യാത്രകൾ പോകൽ. വളരെ ചുരുക്കം പേര് മാത്രമേ ഇതുപോലെ പാർട്ട്ണറെ കൂട്ടിയിട്ട് പോവുള്ളൂ. പക്ഷേ എല്ലാ യാത്രകളും എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ കപ്പിൾ ആയിട്ട് മാത്രം ഒന്ന് യാത്ര ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. മാഷാ അല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഇൻഷാ അല്ലാഹ് വയനാട് ഇനിയും ഞങ്ങൾ വരും.